ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്. കഴിഞ്ഞൊരു സീരീസ് ഓഫ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഡൽഹിയിലായിരുന്നു, നോർത്ത് ഇന്ത്യയിലായിരുന്നു, ഡൽഹി ജയ്പൂർ റീജിയനിലൊക്കെ ആയിരുന്നു. ഇന്ന് നേരെ എൻറ്റയർ ഡിഫറെൻറ്റ് റീജിയൻ, എക്സ്ട്രീം ഓപ്പോസിറ്റ് സൈഡിലാണ്, സൗത്തിലെ എക്സ്ട്രീം സൈഡിലാണ് രാമേശ്വരം. അപ്പോൾ രാമേശ്വരവും തഞ്ചാവൂരൊക്കെ ഉള്ള ഒരു റൗണ്ട് ഓഫ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒരു 3-4 വീഡിയോ ഇതുണ്ട്. അപ്പോൾ ഇനി മുതൽ രാമേശ്വരം, തഞ്ചാവൂർ കോവിലിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ശരി, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പം രാമേശ്വരം അമ്പലത്തിൻ്റെ മുന്നിലുള്ള കടലിൽ, അതിന് മുന്നിലൂടെ കടൽ തീരത്താണല്ലോ ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ ആ കടലിലാണ് ഉള്ളത്. ഇവിടെ മുങ്ങിക്കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ തന്നെ നമ്മൾ വേറെ ഒരു രീതി കൂടെയുണ്ട്. അതായത് ഈ ക്ഷേത്ര മതിലിനുള്ളിൽ ഒരു 22 തീർത്ഥക്കിണറുകളുണ്ട്. അപ്പോൾ ഈ 22 തീർത്ഥക്കിണറുകളിൽ നിന്നും നമ്മൾ വെള്ളം കോരി കുളിച്ച് ശുദ്ധമായിട്ട് വേണം അങ്ങനെ ഉള്ളിലേക്ക് പോകാൻ, ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് പാപങ്ങളെല്ലാം കഴുകിക്കളയുകയാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ, ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ, ഈ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര ലൊക്കേഷൻ്റെയും കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഈ ക്ഷേത്രത്തിൻ്റെ ഏരിയ ആക്ച്വലി ഇതൊരു ഐലൻഡിലാണ്. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. അത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഈ പർട്ടിക്കുലർ ഐലൻഡ് ഉള്ളത്. ഈ രാമേശ്വരം ദ്വീപാണ്, അതൊരു ഐലൻഡാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന രാമേശ്വരം കോവിൽ അല്ലെങ്കിൽ അമ്പലം. അത് രാമനാഥസ്വാമി ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. ആ ക്ഷേത്രത്തിന് പേര് വരാൻ കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ ഇത് നമ്മൾക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാം, അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പാലക്കാട് നിന്ന് നമ്മൾക്ക് ഈ രാമേശ്വരത്ത് നിന്ന് പോകാനാണെങ്കിൽ ഏകദേശം ഒരു 389 കിലോമീറ്റർ വരുന്നുണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ അതിന് 376 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഒരു മിഡിൽ കേരളമൊക്കെ, ഒരു എറണാകുളത്ത് നിന്നൊക്കെ ആണെങ്കിൽ 435 കിലോമീറ്റർ വരും ബൈ റോഡ് ഇവിടെ എത്താനുള്ളത്. പിന്നെ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 61 കിലോമീറ്റർ, ഒരു 61.8 കിലോമീറ്ററാണ് ഇത്. എൻറ്റയർ സ്ക്വയർ കിലോമീറ്ററാണ് ഇത് എൻറ്റയർ രാമേശ്വരം ഐലൻഡിൻ്റെ ഏരിയ തന്നെ. പിന്നെ അവിടുത്തെ ടെമ്പിൾ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ഓപ്പൺ ചെയ്യും, ഉച്ചയ്ക്ക് 1 മണി വരെ. പിന്നെ 1 മണിക്ക് എത്ര പേര് ആ ക്യൂവിലുണ്ടോ അവരൊക്കെ ഉള്ളിൽ കയറ്റി വിടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ ഈവനിങ് ആണെങ്കിൽ 3 മണിക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. 3 മണി മുതൽ 9 മണി, രാത്രി 9 മണി വരെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തീർത്ഥക്കുളങ്ങൾ. ഇങ്ങനെ നമ്മളിങ്ങനെ വെള്ളം കിണറുകളിൽ നിന്ന് വെള്ളം കോരി നമ്മുടെ ദേഹത്ത് ഒഴിച്ചു തരും. അക്കരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം ഒരു എന്താ പറയുക, ഒരു പൈസ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ പോയത്. കാരണം നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പൈസ, ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കിണറുകളിൽ നിന്ന് നമ്മുടെ തലയിൽ ഒഴിച്ചു തരും. അല്ലെങ്കിൽ നോർമലി ഇതിൽ പോവുകയാണെങ്കിൽ ചെയ്തു തരും ഇതുപോലെ തന്നെ. പക്ഷേ അത് കുറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു തളിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ മാത്രം ചെയ്തു തരുള്ളൂ. ഇപ്പോൾ നമ്മൾ നല്ലൊരു ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ 4 പേർക്ക് കൂടെ 100 റുപ്പീസ് ഈച്ച് കൊടുത്ത്, അപ്പോൾ ഈ 22 തീർത്ഥക്കുളങ്ങളിൽ നിന്നും വെള്ളം അവർ പേഴ്സണലായിട്ട് നമുക്ക് ഒഴിച്ചു തരും. പിന്നെ നമുക്ക് ടൈമൊന്നും വലിയ ഇതാവാണ്ട് അങ്ങനെ വേഗം പോയിട്ട് വരാൻ പറ്റും. ഇങ്ങനെ 22 തീർത്ഥക്കുളങ്ങളാണ് അവിടെ ഉള്ളത്. ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്.
ഈ രാവണനെ ശ്രീലങ്കയിൽ വെച്ച്, അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ പുരാണത്തിലൊക്കെ പറയുന്ന ലങ്കയിൽ വെച്ച് വധിക്കപ്പെട്ട് വധിച്ച് സീതയെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു രാവണൻ. പുഷ്പവിമാനത്തിൽ അവർ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിന് കൂടെ അനുജൻ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഹനുമാനും വിഭീഷണനും സുഗ്രീവനും അംഗദനെല്ലാം കൂടെ തിരിച്ച് നമ്മുടെ അയോധ്യയിലേക്ക് വരുമ്പം ഈ വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഈ രാമേശ്വരം ഐലൻഡിലെത്തിയും അവിടെ അദ്ദേഹം ഈ നിർമ്മിച്ച, അതായത് ശ്രീലങ്കയ്ക്ക് പോകാനുള്ള പാലം കണ്ടിട്ട് അവിടെ നിർത്തി. അപ്പം നിർത്തിയപ്പം അവിടെ എല്ലാം ഇറങ്ങി, രാമൻ ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങിയപ്പം രാമൻ ഒരു പശ്ചാത്താപം. കാരണം ഈ സീതയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ബ്രാഹ്മണരെ വധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവരൊരു പശ്ചാത്താപം ഉണ്ടായിട്ട് അവിടെ ഒരു പശ്ചാത്താപം, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശിവലിംഗം അവിടെ ഈ ഒരു രാമേശ്വരത്ത് പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ ശ്രീരാമൻ ഇങ്ങനെ തീരുമാനിച്ചപ്പം അദ്ദേഹം അതൊരു ഹനുമാനെയാണ് ഏൽപ്പിച്ചത്. ഇങ്ങനെ ഇതിന് പറ്റിയ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ശിവലിംഗം കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചത് ഹനുമാനെയാണ്. അപ്പോൾ ഹനുമാൻ ഉചിതമായ ഒരു മുഹൂർത്തം അടുത്ത് വരുന്നതുകൊണ്ട് ശരിക്ക് പെട്ടെന്ന് തന്നെ ഒരു ശിവലിംഗം കിട്ടണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയി. കുറേ നേരം കഴിഞ്ഞപ്പോഴും കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴും ഹനുമാനെ കാണാനില്ല. അപ്പം ഈ മുഹൂർത്ത സമയം തെറ്റണ്ടെന്ന് വിചാരിച്ച് ശ്രീരാമൻ എന്ത് ചെയ്തു? ശ്രീരാമൻ മണൽ കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠ നടത്തി. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹനുമാൻ ഈ ശിവലിംഗം കൊണ്ട് വന്നതും. ആ കാഴ്ച കണ്ട് ഹനുമാൻ വളരെ ദുഃഖിതനായി. കാരണം എന്നോട്, അല്ലെങ്കിൽ ഹനുമാനോട് പറഞ്ഞ് ശിവലിംഗം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമൻ അവിടെ ശിവലിംഗം പ്രതീക്ഷിച്ചല്ലോ. അപ്പം ഭഗവാൻ തന്നെ എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ വഞ്ചിച്ചെന്ന് വിചാരിച്ചിട്ട് ഹനുമാന് വിഷമമായി. അപ്പോൾ ഹനുമാൻ എന്ത് വിചാരിച്ചു? ഈ തൻ്റെ വാലുകൊണ്ട് ഈ ഒരു മണലിൽ തീർത്ത ശിവലിംഗം തകർക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അത് സാധിച്ചില്ല, ഹനുമാന് സാധിച്ചില്ല. അപ്പം അതേസമയം തന്നെ ശ്രീരാമൻ ഈ നടത്തിയ പ്രതിഷ്ഠയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠേൻ്റെ അത്ര മഹാത്മ്യം മനസ്സിലാക്കിയിട്ട് ഹനുമാൻ തൻ്റെ ശിവലിംഗം സമീപത്ത് തന്നെ സ്ഥാപിച്ചു. അപ്പോൾ അപ്പോഴും നമ്മുടെ ഹനുമാന് ഭയങ്കര വിഷമം. കാരണം അദ്ദേഹം കൊണ്ടുവന്ന് ശിവലിംഗം അവിടെ പ്രതീക്ഷിച്ചെങ്കിലും ശരിക്ക് ആ ഒരു സ്ഥലത്ത് താൻ വരുന്നതിന് മുമ്പ് ശ്രീരാമൻ അവിടെ ഒരു ശിവലിംഗം പ്രതീക്ഷിച്ചല്ലോ. പക്ഷെ അങ്ങനെ ഈ വിഷമം മനസ്സിലാക്കിയ ശ്രീരാമൻ ഹനുമാൻ ഒരു വാക്ക് കൊടുത്തു. വരം കൊടുത്തത് എന്തെന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ കൊടുത്ത വരം എങ്ങനെയാണ്? ആരെന്നെ കാണാൻ വന്നാലും, അല്ലെങ്കിൽ രാമേശ്വരത്ത് ആര് വന്നാലും, ആദ്യം നീ പ്രതിഷ്ഠിച്ച, അല്ലെങ്കിൽ ഹനുമാൻ പ്രതീക്ഷിച്ച ശിവലിംഗത്തെയാണ് ആദ്യം വണങ്ങുക. ഇപ്പോഴും അവിടുത്തെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ആദ്യം ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിനെ വണങ്ങിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ തൊഴുതിന് ശേഷമാണ് ശരിക്കും ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിലേക്ക് പോകാനുള്ള ഒരു വേ ഉള്ളു. അതാണ് ആ ഐതിഹ്യം, രാമേശ്വരത്തിൻ്റെ ഐതിഹ്യം. പിന്നെ ഈ രാമേശ്വരത്തിലെ ക്ഷേത്രം വളരെ പല രീതിയിലും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ രാമേശ്വരത്താണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേരും രാമേശ്വരത്ത്, നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ പോയി ഒരുപാട് ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ ഒരുപാട് പേര് സൗത്ത് ഇന്ത്യയിൽ, എസ്പെഷ്യലി ഈ രാമേശ്വര ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട്. പിന്നെ അടുത്ത ഒരു വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള കോറിഡോർ അല്ലെങ്കിൽ ഇടനാഴിയുള്ളത് ഈ ഒരു അമ്പലത്തിലാണ്. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ രാമേശ്വരത്തൊക്കെ പോയി കാണാനുള്ളവർക്കൊക്കെ ഇതൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.